ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി ഷൺമുഖൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് ലാൻഡ്രം എസ്റ്റേറ്റിൽ തെപ്പക്കുളം ഭാഗത്ത് സർക്കാർ പുറമ്പോക്കിൽ താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ വീടുകളും കൃഷികളും നശിപ്പിക്കുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിലും പ്രതികൾക്കെതിരെ പീരുമേട് പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പീരുമേട് ടൗണിൽ നിന്ന് പ്രകടനമായി എത്തിയ ഇവരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരായ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം പോലീസ് തോട്ടം മാനേജ്മെന്റ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി ഷൺമുഖൻ പറഞ്ഞു. അവരെ അവിടെ ഇറക്കി വിടാനോ അവരുടെ കൃഷികൾ നശിപ്പിച്ചാലോ MD-ക്കാരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള നീചമായ പ്രവൃത്തി നടന്നപ്പോ പീരുമേടിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ചെല്ലി നീതിനിഷേധം നടന്നിട്ട് ഒരു നാളിതുവരെ മാനേജ്മെന്റിനെതിരെ കേസെടുക്കാൻ പീരുമേടിലെ പോലീസ് വിറയ്ക്കുകയാണ്. എന്തിനാണ് പീരുമേട് പോലീസ് വിറയ്ക്കുന്നത്? എന്തധികാരം എസ്റ്റേറ്റ് ഉടമയ്ക്ക്? വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസെടുക്കാത്ത പക്ഷം തുടർന്നുള്ള നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനമുണ്ട്. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷാജി പാണ്ടിവാക്കൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി മത്തായി വാഗമൻ, സംസ്ഥാന മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ, പൊടിയൻ ആനിക്കൽ, വിജയൻ ചുട്ടിപ്പാറ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.